നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും എന്നുള്ളത് അറിയാം. അപ്പൊ നമുക്ക് മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എക്സാം എഴുതാനുള്ള ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന് ഒരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്കിപ്പം മലയാളത്തിലാണ് കൂടുതൽ പേരും ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക, ഇംഗ്ലീഷിലല്ല എന്നല്ല. പക്ഷെ നമ്മൾ എക്സാം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്കിപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സാം എഴുതാനുള്ള ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളം ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കംപ്ലീറ്റ് മലയാളത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ചില ടൈമിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ നമ്മളത് മംഗ്ലീഷിൽ എഴുതും, അല്ലെങ്കിൽ ആ ഒരു വേർഡ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ എഴുതി വെക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മലയാളത്തിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മലയാളം തന്നെ എഴുതുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മാർക്കിന്റെ അടിസ്ഥാനം കൂടി നോക്കണം. നമുക്കിപ്പോൾ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര മാർക്കാണോ വരുന്നത് ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ആൻസേഴ്സ് എഴുതുക. മലയാളം പ്രിഫർ ചെയ്യുന്ന ആളുകളോട് പ്രത്യേകം പറയുവാണ്, നമ്മൾ മലയാളം എഴുതുവാണെങ്കിൽ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ മലയാളം തന്നെ എഴുതിയിരിക്കണം. അതിലൊരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഒരു മംഗ്ലീഷോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മംഗ്ലീഷും കൂടി കയറി വരുമ്പോൾ നമുക്ക് ഒരു വാലുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് മാർക്ക് നമുക്ക് അതിലൊക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതിരിക്കരുത്. അപ്പൊ എക്സാം എഴുതുന്ന ഓരോ കുട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമുക്കിപ്പം ഇംഗ്ലീഷ് വേർഡോ അല്ലെങ്കിൽ മംഗ്ലീഷ് വേർഡോ ഒന്നും വരാത്ത രീതിയിൽ പ്രോപ്പർ മലയാളം തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. പിന്നെ എന്തെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്